നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് 5 ദിവസത്തേക്ക്. കസ്റ്റഡി അനുവദിച്ചത് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. സൈനികനായ മകന്റെ പരാതിയിൽ മാതാവിനെ തട്ടിപ്പ് കേസിൽ തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് തങ്കമണി അച്ഛൻകാനം പഴയച്ചിറയിൽ ബിൻസി ജോസ്. അറസ്റ്റ് സ്വർണം മോഷ്ടിച്ചതും നാട്ടിൽ നടത്തിയ മറ്റ് സാമ്പത്തിക തട്ടിപ്പും ചൂണ്ടിക്കാണിച്ച മകൻ നൽകിയ പരാതിയിൽ. നെടുങ്കണ്ടത്ത് ബാറിൽ സംഘർഷം. യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. പരിക്കേറ്റത് നെടുങ്കണ്ടം കൽക്കൂന്തൽ നടുവത്താനിയിൽ റോബിൻസിന്. ആക്രമണം നടത്തിയ കോട്ടയം സ്വദേശി ഉണ്ണികൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ. കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെടുന്ന 32, 33 വാർഡുകളിൽ കുടിവെള്ളം കിട്ടാക്കനിയെന്ന് പരാതി. വിഷയത്തിൽ വാർഡ് കൗൺസിലർമാരുടെ അലംഭാവത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നഗരസഭാ പടിക്കൽ നിരാഹാര സമരം നടത്തും. ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരെയാണ് 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. കച്ചവട പങ്കാളിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്താനാണ് പ്രതി ജോമോൻ കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് വീടിന് പുറത്തിറങ്ങിയ ബിജു ജോസഫിനെ 4 അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയത്. വാഹനത്തിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ബിജുവിനെ കലയന്താനിയിലുള്ള കേറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിനുള്ളിൽ മറവ് ചെയ്തു. ബിജുവിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കലയന്താനിയിൽ ബിജുവും ജോമോനും നടത്തിയിരുന്ന ദേവമാതാ കേറ്ററിംഗ് സർവീസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊട്ടേഷൻ കൊലപാതകത്തിന് കാരണം. ബിജുവിന്റെ മരണകാരണം തലച്ചോറിനേറ്റ ക്ഷതമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ക്രൂരമായ മർദ്ദനം ബിജുവിന് ഏറ്റിട്ടുണ്ടെന്ന പോലീസ് നിഗമനം സാധൂകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലച്ചോറിനേറ്റ ക്ഷതവും തുടർന്നുള്ള ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ബിജുവിന്റെ വലത് കൈയിൽ മുറിവുണ്ട്. ഇതെപ്പോൾ സംഭവിച്ചതെന്ന് വ്യക്തത വരുത്തണമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിനായാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. എറണാകുളത്ത് കാപ്പ ചുമത്തി റിമാൻഡിലുള്ള 2ാം പ്രതി ആഷിഖിന് വേണ്ടി പ്രൊഡക്ഷൻ വാറന്റും ഹാജരാക്കിയിട്ടുണ്ട്. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച ഒമിനി വാൻ പ്രതികൾ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇത് കണ്ടെത്തുന്നതടക്കമുള്ള വിശദമായ തെളിവെടുപ്പും നടത്തും. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ വാഹനം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കൊല്ലപ്പെട്ട ബിജുവിന്റെ സംസ്കാരം നടന്നു. ചുങ്കം ജ്ഞാനായ സെന്റ് മേരീസ് പള്ളിയിലായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. സൈനികനായ മകന്റെ പരാതിയിൽ മാതാവിനെ തട്ടിപ്പ് കേസിൽ തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തു. തങ്കമണി അച്ഛൻകാനം പഴയച്ചിറയിൽ ബിൻസി ജോസാണ് അറസ്റ്റിലായത്. സ്വർണം മോഷ്ടിച്ചതും നാട്ടിൽ നടത്തിയ മറ്റ് സാമ്പത്തിക തട്ടിപ്പും ചൂണ്ടിക്കാണിച്ച് മകൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. തട്ടിയെടുത്ത പണം ആഭിചാര ക്രിയകൾക്കായി ഉപയോഗിച്ചു. വർഷങ്ങൾക്ക് മുൻപും ബിൻസി സമാന രീതിയിൽ തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയിരുന്നു. തങ്കമണി അച്ചങ്കാനം പഴയച്ചിറയിൽ ബിൻസി ജോസിനെയാണ് തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ഒളിവിൽ താമസിക്കുവാൻ സഹായിച്ച മൂവാറ്റുപുഴ കദളിക്കാട് കുറുപ്പുംപറമ്പിൽ അംബികയെയും പോലീസ് പിടികൂടി. സൈനികനായ മകൻ അഭിജിത്തിന്റെ പരാതിയിലാണ് മോഷണത്തിനും സാമ്പത്തിക തട്ടിപ്പിനും ബിൻസി അറസ്റ്റിലായത്. മകൾ മീരയുടെ 10 പവനും മകന്റെ ഭാര്യ സന്ധ്യയുടെ 14 പവൻ സ്വർണവും മോഷ്ടിച്ച് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി ബിൻസി ലക്ഷങ്ങൾ തട്ടിയെടുത്തു. കൂടാതെ തങ്കമണി, കാമാക്ഷി മേഖലകളിലെ വിവിധ സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പലരുടെ പേരിൽ ലക്ഷങ്ങൾ വായ്പയായി കൈക്കലാക്കുകയും ചെയ്തു. തട്ടിയെടുത്ത പണം എന്തു ചെയ്തെന്നറിയുവാൻ മക്കളും ഭർത്താവ് ജോസും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും സ്വർണം എടുത്തത് സമ്മതിക്കുകയോ മറ്റു രീതിയിൽ കൈപ്പറ്റിയ പണം എങ്ങനെ ചിലവഴിച്ചെന്ന് പറയുവാനും തയ്യാറായില്ല. നാട്ടിൽ നിന്നും തട്ടിയെടുത്ത പണം തിരികെ ചോദിച്ച് ആളുകൾ വീട്ടിൽ വന്നതോടെ ഭർത്താവും ബിൻസിയോടുള്ള നിലപാട് കടുപ്പിച്ചു. ഇതേ തുടർന്ന് ബിൻസി തങ്കമണിയിൽ നിന്നും ഉപ്പുതറയിലുള്ള തന്റെ മാതാവിന്റെ അടുത്തേക്ക് താമസം മാറി. ഇവിടെ അന്വേഷിച്ചെത്തിയ ഭർത്താവും ബിൻസിയുടെ മാതാവും വാക്കുതർക്കമുണ്ടാവുകയും മാതാവിന് വെട്ടേറ്റ സംഭവവും മുൻപ് ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് സമാന രീതിയിൽ ബിൻസി സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയതായി മകൻ നൽകിയ പരാതിയിൽ പറയുന്നു. മകന്റെ ഭാര്യയെ ചായയിൽ ഗുളിക കലക്കി കൊടുത്ത് കൊലപ്പെടുത്തുവാനും ശ്രമിച്ചിരുന്നു. ഇതിന് ബിൻസിയെ സഹായിച്ചത് സുഹൃത്തായിരുന്നു. മൊബൈൽ ചാറ്റിംഗിൽ സുഹൃത്ത് ബിൻസിയോട് നിർദ്ദേശിക്കുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. തട്ടിയെടുത്ത പണം ആഭിചാര ക്രിയകൾക്കായി ഉപയോഗിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. മരുമകളുടെ 14 പവൻ സ്വർണവും മകളുടെ 10 പവൻ സ്വർണവും പ്രതി
അവരുടെ അനുമതി കൂടാതെ അവർ സൂക്ഷിച്ചിരുന്ന ലോക്കറിൽ നിന്നെടുത്ത് പണയം വെച്ചിട്ടുള്ളതായിട്ടാണ് അറിവായിട്ടുള്ളത്. അത് കൂടാതെ ഇവർ സമാനമായി സമീപവാസികളിൽ നിന്ന് ഒരുപാട് പണം പല സമയങ്ങളിലായി കൈപ്പറ്റുകയും അതുപോലെ തന്നെ പല ആളുകളുടെയും സ്വർണ്ണാഭരണങ്ങളും മറ്റും വാങ്ങി പണയം വെച്ചതായിട്ടും വെളിവായിട്ടുള്ളതാണ്. ഇത് പണം ഇവരെ എന്തോ ഈ ആഭിചാര കർമ്മം പോലെയുള്ള എന്തോ കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇവര് അങ്ങനെ ഈ ആഭിചാര കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ അടുത്തൊക്കെ സ്ഥിരമായിട്ട് ഇവര് പോകുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്നും വിവിധ മതചിഹ്നങ്ങൾ അടങ്ങിയ തകിടും മറ്റും പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിലുള്ള മന്ത്രവാദിയുടെ അടുത്തെത്തിയതായി പോലീസിന് രഹസ്യ വിവരം ലഭിക്കുകയും ഇവരെ പിടികൂടുകയുമായിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും പണം എങ്ങനെ ചിലവഴിച്ചെന്ന് പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിലേ കൂടുതൽ വ്യക്തത വരുത്തുവാൻ കഴിയുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. ACPO സുനിൽകുമാർ, CPO പ്രീനീത P, ജിതിൻ എബ്രഹാം തുടങ്ങിയവരാണ് പ്രതിയെ പിടികൂടിയത്. നെടുങ്കണ്ടത്ത് ബാറിൽ സംഘർഷം, യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. നെടുങ്കണ്ടം കൽക്കൂന്തൽ നടുവത്താനിയിൽ റോബിൻസനാണ് പരിക്കേറ്റത്. ആക്രമണം നടത്തിയ കോട്ടയം സ്വദേശി ഉണ്ണികൃഷ്ണനെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവലയിൽ പ്രവർത്തിക്കുന്ന ബാറിൽ വെച്ച് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടന്നത്. രാവിലെ മുതൽ ഇരുവരും മദ്യപിച്ചിരുന്നു. വൈകുന്നേരത്തോടെ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടാകുകയും ഉണ്ണികൃഷ്ണൻ കയ്യിൽ കരുതിയിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് റോബിൻസിന്റെ കഴുത്തിൽ വെട്ടുകയുമായിരുന്നു. കഴുത്തിൽ 3ഓളം വെട്ടുകൾ ഏറ്റിട്ടുണ്ട്. ഉടൻ തന്നെ റോബിൻസിനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബാർ അധികൃതർ അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്തുടർന്നെത്തിയ പോലീസ് സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു. കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെടുന്ന 32, 33 വാർഡുകളിൽ കുടിവെള്ളം കിട്ടാക്കനിയെന്ന് പരാതി. വിഷയത്തിൽ വാർഡ് കൗൺസിലർമാരുടെ അലംഭാവത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നഗരസഭാ പടിക്കൽ നിരാഹാര സമരം നടത്തും. ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന 32, 33 വാർഡുകളിലെ താമസക്കാരാണ് 25-ന് രാവിലെ 10:30 മുതൽ സമരത്തിലേക്ക് കടക്കുന്നത്. 2 വാർഡുകളുടെ അതിർത്തി പ്രദേശമായ കല്യാണത്തണ്ടിലെ താമസക്കാരാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഇവരിൽ ഭൂരിഭാഗവും കൂലിപ്പണിക്കാരും നിർദ്ധരരുമാണ്. 2 വാർഡുകളിലെയും കൗൺസിലർമാർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമില്ല. വേനൽക്കാലത്ത് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ലഭിക്കുന്നില്ല. തുടർന്ന് നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിക്കുകയും ഗുണഭോക്താക്കൾ ഒപ്പിട്ട് നഗരസഭാ ചെയർപേഴ്സന് നിവേദനം നൽകുകയും ചെയ്തിട്ടും തുടർ നടപടി ഉണ്ടായിട്ടില്ല. കൂടാതെ ജലവിഭവ വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു. കുഴൽക്കിണർ കുത്തിയാലും വെള്ളം കിട്ടാത്ത സ്ഥിതിയുള്ളതിനാൽ കിണർ നിർമ്മിക്കാൻ നാട്ടുകാർ പണം മുടക്കി സ്ഥലം വാങ്ങി നൽകാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് 2 കൗൺസിലർമാരെയും പങ്കെടുപ്പിച്ച് ആലോചനാ യോഗം വിളിച്ചപ്പോൾ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കുടിവെള്ള പദ്ധതിക്കായി 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കോട്ടരിക്കുന്ന് ഭാഗത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കുളത്തിൽ നിന്ന് വെള്ളം ലഭ്യമാക്കാമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രശ്നം പരിഹരിക്കാമെന്നും ഇരുവരും ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടി ഉണ്ടാക്കാത്തതിനാൽ നഗരസഭാ ഓഫീസിലെത്തി വിവരം തിരക്കിയപ്പോൾ 5 ലക്ഷം രൂപ മറ്റൊരു പദ്ധതിക്കായി മാറ്റിയതായി അറിഞ്ഞു. തുടർന്ന് കൗൺസിൽ യോഗത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പും പാഴായി. തുടർന്ന് കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകാനാണ് തീരുമാനമെടുത്തത്. എന്നാൽ 4, 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് 4 ദിവസത്തിലൊരിക്കൽ 200 ലിറ്റർ വെള്ളം മാത്രമാണ് ലഭിക്കുന്നത്. അങ്ങനെ വരെ ഞങ്ങൾ ജീവിക്കുക. എന്നിട്ട് ഇവരോട് എന്ന് പറയുമ്പോഴല്ല അവർ പരിഹാരമൊന്നും ഇല്ല, അവർക്ക് പറയാനില്ല. അവർക്ക് 50 ലിറ്റർ വെള്ളം 100 ലിറ്റർ വെള്ളം കൊണ്ടുവന്നത് ഞങ്ങൾ തന്നെ ചെയ്യും. 5-6 പിള്ളേരും ഒക്കെ ഉള്ള വീട്ടിൽ. മേഖലയിലെ താമസക്കാരിൽ കിടപ്പ് രോഗികളും വയോജനങ്ങളുമുണ്ട്. പലരും വില കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. നിർധന കുടുംബങ്ങൾ തലച്ചുമടായി കിലോമീറ്ററോളം യാത്ര ചെയ്ത് കൊണ്ടുവരുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പുളിക്കമാക്കൽ അംബിക ഇത്തരത്തിൽ വെള്ളം കൊണ്ടുവരുന്നതിനിടെ വീണ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഒരു മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ മുനിസിപ്പൽ കൗൺസിലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അവരത് മുനിസിപ്പാലിറ്റി അറിയിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്തു തരേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. അവർ ജയിക്കുന്നത് നമ്മുടെ വോട്ട് കൊണ്ടാണ്. ഈ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചവര് ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇനി എന്തിനാണ് ഞങ്ങൾക്ക് ഒരു കൗൺസിലർ? ഞങ്ങൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോയി തപ്പി കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ പോരെ. ശുദ്ധജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സമരസമിതിയുടെ ആവശ്യം. ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന മുനിസിപ്പൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും സമരസമിതി അംഗങ്ങളായ അരുൺകുമാർ KT, ഷൈജു രാജു, സാബു വാസുദേവൻ, സന്തോഷ് ആത്തിശരത്ത്, സെൽവി കുമരേശൻ, വത്സമ സഹദേവൻ, സിനിമോൾ KT, സന്തോഷ് രാജൻ, പ്രിൻസ് വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കട്ടപ്പന മേട്ടുകുഴിയിൽ കൃഷിയിടത്തിലെ പടുതാക്കുളത്തിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. മേട്ടുകുഴി പാതയിൽ മോഹനന്റെ മൃതദേഹമാണ് പടുതാക്കുളത്തിൽ കണ്ടെത്തിയത്. സമീപവാസിയാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ പടുതാക്കുളത്തിന്റെ കരയിൽ ചെരുപ്പുകൾ ആദ്യം കണ്ടത്. തുടർന്നുള്ള തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കട്ടപ്പന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടുകാർ വിവാഹ ചടങ്ങിൽ പോയി മടങ്ങി വന്നപ്പോൾ ഇദ്ദേഹത്തെ വീട്ടിൽ കണ്ടില്ലെന്ന് പറഞ്ഞിരുന്നു. സംഭവത്തെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് രജനി സജിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നാണ് ഭരണസമിതിയുടെ വിലയിരുത്തൽ. അടയാളക്കല്ല, ഇരട്ടിയാർ ഡാം സൈറ്റ് തുടങ്ങിയ മേഖലകളിലെ പ്രകൃതി സൗന്ദര്യം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതിയിലടക്കം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 27,83,25,450 രൂപ വരവും 27,12,79,428 രൂപ ചിലവും 70,46,022 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അവതരിപ്പിച്ചത്. വരവ് 27,83,25,450 രൂപയും പ്രതീക്ഷിത ചിലവ് 27,12,79,428 രൂപയും മിച്ചം 70,46,022 രൂപയും പ്രതീക്ഷിക്കുന്ന കരട് ബജറ്റാണ് ഏവരുടെയും പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നത്. നാളിതുവരെ പഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും സഹകരിച്ച നല്ലവരായ മുഴുവൻ ഇരട്ടയാർ നിവാസികളോടും വിവിധ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളോടും വ്യാപാരികളോടും കുടുംബശ്രീ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, മുൻനിര പോരാളികളോടും നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുഴുവൻ ഉദ്യോഗസ്ഥരോടും CSR ഫണ്ടും മറ്റ് സംഭാവന നൽകിയ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളായവരോടും മാധ്യമ പ്രവർത്തകരോടും മറ്റുള്ളവരോടുമുള്ള നിറഞ്ഞ സ്നേഹം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സുസ്ഥിര മാലിന്യ സംസ്കരണത്തിൽ ഇരട്ടിയാർ മോഡൽ എന്ന തലക്കെട്ടിൽ മാലിന്യ സംസ്കരണ രംഗത്തെ വിജയഗാഥ രാജ്യത്തിന് പരമോന്നത സർവേ റിപ്പോർട്ടിൽ ഇടം പിടിച്ചതും 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി എന്ന നേട്ടം കൈവരിച്ചതും തുടങ്ങി നിരവധി അംഗീകാരങ്ങളുടെ നിറവിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടിട്ടുള്ളതും മാലിന്യ സംസ്കരണ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളും ബജറ്റിലുണ്ട്. പഞ്ചായത്തിന് 2025-26 വർഷത്തെ പ്രതീക്ഷിത നികുതി തനത് വരുമാനം പൊതു ആവശ്യകത ഫണ്ട് കൂടി കൂട്ടിയാൽ 1,99,87,785 രൂപയും നികുതി ഇതര വരുമാനം 34,97,720 രൂപയുമാണ്. ആകെ തനത് വരുമാനം 2,34,79,505 രൂപയാണ്. സർക്കാർ ഉത്തരവ് പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ കെട്ടിടങ്ങളുടെയും വസ്തുനികുതി പരിഷ്കരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട്. മെയിൻ്റനൻസ് ഗ്രാന്റ് റോഡ് ഫണ്ട് ഇനത്തിൽ 1,82,72,000 രൂപയും വികസന ഫണ്ട് ജനറലായി 1,64,52,000 രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഉൽപാദന മേഖലയിൽ 90,44,359 രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 39,21,650 രൂപയും സ്പോർട്സ്, യുവജനക്ഷേമം എന്നിവയ്ക്ക് 11,05,000 രൂപയും ഭവന നിർമ്മാണത്തിന് 4,50,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി ധനേഷ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ലാലച്ചൻ വെള്ളക്കട, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻസൺ വർക്കി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയനമ ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സുകുമാരൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 26,57,39,114 രൂപ വരവും 26,34,01,007 രൂപ ചെലവും 23,38,107 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ ബജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണ മേഖലയ്ക്ക് 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 2018 മുതൽ 2024 വരെ ലൈഫ് ഭവന പദ്ധതിയിൽ 498 പേർക്ക് ധനസഹായം ഇതുവരെ നൽകി കഴിഞ്ഞു. പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം കുറ്റമറ്റതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നിലവിൽ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണ മേഖലയ്ക്ക് ബജറ്റിൽ 50 ലക്ഷം രൂപ വകയിരുത്തി. കൃഷി, മൃഗസംരക്ഷണം എന്നിവയ്ക്ക് 70 ലക്ഷം രൂപയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 44.25 ലക്ഷം രൂപയും വകയിരുത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഭിന്നശേഷി വയോജനക്ഷേമം, ആശ്രയ പദ്ധതി ഉൾപ്പെടെ ദാരിദ്ര്യ ലഘൂകരണത്തിനായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് 21.5
5.0 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. റോഡ്, കലുങ്കുകൾ, നടപ്പാതകൾ, കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, പൊതുമാർക്കറ്റ് എന്നിവ ഉൾപ്പെടെ പശ്ചാത്തല മേഖലയ്ക്ക് 2.40 കോടി രൂപയും ടൂറിസം, യുവജനക്ഷേമവും ചെറുകിട വ്യവസായവും എന്നിവയ്ക്ക് 76 ലക്ഷം രൂപയും വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 67,91,72,993 രൂപ വരവും 67,20,70,341 രൂപ ചെലവും 71 ലക്ഷത്തിലധികം രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ സാമ്പത്തിക ബജറ്റ് അവതരണം നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ, വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. 67,91,72,993 രൂപ വരവും 67,20,70,341 രൂപ ചിലവും 71 ലക്ഷത്തിലധികം രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അവതരിപ്പിച്ചത്. ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനും തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മികച്ച കാഴ്ചപ്പാടും ആസൂത്രണവും പ്രധാനമാണ്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ മൂലം കർഷകർ കുറഞ്ഞുവരുന്ന സാഹചര്യമാണ്. ശക്തമായ പ്രോത്സാഹന ആശ്വാസ പദ്ധതികളിലൂടെ കാർഷിക മേഖലയെ പിടിച്ചു നിർത്തേണ്ടത് അനിവാര്യവുമാണ്. അത്തരം പ്രവർത്തനത്തിന് ബജറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ബജറ്റ് കാലയളവിൽ പൂർണ്ണമായി ഈ ഭരണസമിതി കർമ്മരംഗത്തുണ്ടാകില്ല. ഡിസംബർ മാസത്തോടെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും. 2 ഭരണസമിതികളുടെ കാലത്തേക്കുള്ള ബജറ്റ് എന്ന പ്രത്യേകത കൂടി ഈ ബജറ്റിനുണ്ട്. ഈ ഭരണസമിതിയുടെ അവസാനവും മറ്റൊരു ഭരണസമിതിയുടെ ആരംഭവും ആയതിനാൽ തന്നെ വളരെ ഗൗരവത്തോടെയും വിശദമായ ചിന്തകളോടുമാണ് ബജറ്റ് ഒരുക്കേണ്ടത്. അവസാന ഘട്ടത്തിൽ പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ഭരണസമിതിയുടെ ആഗ്രഹവും തുടക്കം മികച്ചതാക്കുക എന്ന വരാനിരിക്കുന്ന ഭരണസമിതിയുടെ ആഗ്രഹം ഞാൻ മുന്നിൽ കാണുന്നു. കൃഷി, മാലിന്യ സംസ്കരണം, ടൂറിസം വികസനം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അടിമാലിക്കായി സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കോൺക്ലേവ് 2024 ഉയർന്നു വന്ന വിവിധ ആശയങ്ങൾ നടപ്പിലാക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനായുള്ള പദ്ധതി സംബന്ധിച്ചും ഭിന്നശേഷിക്കാർക്കും വനിതകൾക്കും സഹായകരമാകുന്ന പദ്ധതികൾ സംബന്ധിച്ചും ബജറ്റിൽ പരാമർശമുണ്ട്. നിർധന കുടുംബത്തിനായി സുമനസ്സുകൾ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വയറിംഗ്, പ്ലംബിംഗ് ജോലികൾ സൗജന്യമായി ചെയ്തു നൽകി മാതൃകയായിരിക്കുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. മറയൂർ സ്വദേശിനിക്കായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വയറിംഗ് ജോലികളാണ് ഇവർ ഏറ്റെടുത്ത് ചെയ്തത്. മച്ചിപ്ലാവിന് സമീപമാണ് സ്നേഹവീട് ഒരുങ്ങുന്നത്. നിർധന കുടുംബത്തിനായി സുമനസ്സുകൾ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തുടർ ജോലികളിൽ പങ്കാളിത്തം വഹിക്കുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. മച്ചിപ്ലാവിന് സമീപം 14-ാം മൈലിലാണ് അടിമാലി വൈസ്മെൻ സെൻട്രലും മറ്റ് സുമനസ്സുകളും ചേർന്ന് മറയൂർ സ്വദേശിനിക്കായി സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നത്. ഈ വീടിന്റെ വയറിംഗ്, പ്ലംബിംഗ് ജോലികളാണ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റെടുത്തത്. വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് സാമൂഹിക അവബോധം ഉണ്ടാക്കുന്നതിനും പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നും അവർ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് അടിമാലിയിലെ സുമനസ്സായിട്ടുള്ള വ്യക്തികൾ ചേർന്ന് നിർമ്മിക്കുന്ന വിധവയായിട്ടുള്ള ഈ സ്ത്രീക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്ന ഈ ഭവനത്തിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ്, പ്ലംബിംഗ് ഉൾപ്പെടെയുള്ളവ എല്ലാ വർക്കുകളും, മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് നടത്തി കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് സാമൂഹിക അവബോധം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു മാതൃകാ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ക്ലാസ് മുറികളിൽ നിന്നും പഠിച്ചെടുത്ത കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന പാഠശാല കൂടിയായി വിദ്യാർത്ഥികൾക്ക് ഈ സേവന പ്രവൃത്തി. ഇതിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സുജേഷ്, അതുപോലെ ജോബ് തുടങ്ങിയ രക്ഷാകർത്താക്കളും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഇലക്ട്രിക്കൽ വിഭാഗം അധ്യാപകരും ആ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുമാണ് ഇന്ന് ജോലികൾ ചെയ്യുന്നത്. വയറിംഗ്, പ്ലംബിംഗ് ജോലികൾക്കായി വേണ്ടുന്ന മെറ്റീരിയൽ കോസ്റ്റും സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേരള കർഷക ഫെഡറേഷൻ ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം കരിമ്പനിൽ നടന്നു. കരിമ്പൻ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന ചെയർമാൻ കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു.
CMP സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് പോഷക സംഘടനയായ കേരള കർഷക ഫെഡറേഷന്റെ ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നത്. കരിമ്പൻ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കൃഷ്ണൻ കണിയാപുരം അധ്യക്ഷനായിരുന്നു. ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ കെ സുരേഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് കർഷകരാണ്. പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കർഷകർക്ക് വിശ്വാസമില്ലാതെയായിരിക്കുന്നു. കാരണം അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണുന്നതിന് ഒരു സംഘടനയ്ക്ക് കഴിയുന്നില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പം കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി പറയുകയുണ്ടായി, നമ്മളൊക്കെ ഈ വലിയ വലിയ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുമ്പോഴും നമ്മളൊക്കെ ആഹാരം കഴിക്കണമെങ്കിൽ കർഷകർ മണ്ണിലാണ് പണിയിടുന്നു എന്നൊരു യാഥാർത്ഥ്യം. CMP ജില്ലാ സെക്രട്ടറി KA കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുതിർന്ന കർഷകരെ ആദരിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സൂട്ടർ ജോർജ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി വർഗീസ്, കർഷക ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബിജു നെടുവാരത്ത്, ജില്ലാ സെക്രട്ടറി അനീഷ് ചേനക്കര തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ മലയോര സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണക്കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനാണ് വലുത്, മനുഷ്യജീവൻ എന്ന സന്ദേശമുയർത്തി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ടും വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടും ഈ മാസം 27-ന് ഡൽഹിയിൽ ധർണ നടത്തുകയാണ്. ഇതിനു മുന്നോടിയായിട്ടാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ മലയോര സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണക്കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏകദേശം ഒരു 400 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അവന്റെ ജീവൻ വിഷയമായി ആ മലയോര കർഷകന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സമരം കേരള കോൺഗ്രസ് പാർട്ടി നടത്തുന്നത്. ഈ സമരത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ചീഫ് വിപ്പ് ശ്രീ ജയരാജന്റെയും പാർട്ടിയുടെ മുഴുവൻ MLA-മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് 27-ാം തീയതി മാർച്ച് നടത്തുകയാണ്. റോയിച്ചൻ കുന്നേൽ അധ്യക്ഷനായിരുന്നു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് MM മാത്യു വിഷയാവതരണം നടത്തി. S ഭാഗ്യരാജ്, റിജി മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും പാർട്ടിയുടെ മറ്റ് MLA-മാരും പങ്കെടുക്കും. കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിൽ വരുന്ന സ്കൂളുകളിൽ നിന്നും മികച്ച സ്കൂളിനുള്ള അവാർഡ് ഇത്തവണയും കരസ്ഥമാക്കിയ അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് UP സ്കൂൾ. ഇതോടൊപ്പം ഹൈസ്കൂൾ, LP എന്നീ വിഭാഗങ്ങളിലും അവാർഡുകൾ ലഭിച്ചു. 1962 സ്ഥാപിതമായ സ്കൂൾ മികവാർന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നേറുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC, റയൽ മാഡ്രിഡ് ഫുട്ബോൾ ടീം, ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ, യാത്രാ സൗകര്യം, ജില്ലാ ഉപജില്ലാ കലോത്സവങ്ങളിലെ മികച്ച നേട്ടം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, PTA, കരാട്ടെ ക്ലാസുകൾ എന്നിവയെല്ലാം സ്കൂളിനെ മികവുറ്റതാക്കുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് അവാർഡെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് മാത്യു പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഏറ്റവും മികച്ച UP സ്കൂളിനുള്ള അവാർഡ് ഈ വർഷവും മേരികുളം സെന്റ് മേരീസ് UP സ്കൂളിന് ലഭിക്കുകയുണ്ടായി. 2 വർഷം മുമ്പ് നമുക്ക് ഉപജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളിനുള്ള അവാർഡ് EUവിനും കിട്ടുകയുണ്ടായി. മികവുത്സവത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഈ സ്കൂളിന് മികച്ച സ്കൂളായിട്ടുള്ള അവാർഡ് തന്നത്. കുട്ടികളുടെ മികച്ച അച്ചടക്കം, അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ്, നമ്മുടെ കലാമേളയിലെ മികവ്. നമുക്ക് ഈ വർഷം കട്ടപ്പന ഉപജില്ലയ്ക്കാണ് UP സ്കൂളിന് ഉള്ള ചാമ്പ്യൻഷിപ്പ്, കലാമേളയ്ക്കുള്ള ചാമ്പ്യൻഷിപ്പ് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ലഭിച്ചത്. അതിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയത്. വരും വർഷങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ.
മുരിക്കാശ്ശേരി ക്ഷീരസംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ കർഷക സമാശ്വാസ ധനസഹായ വിതരണവും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വിൽമ എറണാകുളം മേഖലാ ചെയർമാൻ വത്സലൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ക്ഷീരസംഘം സ്വതന്ത്രമായി കർഷക സമാശ്വാസ പദ്ധതി നടപ്പാക്കിയ മുരിക്കാശ്ശേരി ക്ഷീരോത്പാദക സംഘത്തിന്റെ 3ാം ഘട്ട ധനസഹായ വിതരണവും ക്ഷീര കർഷക സെമിനാറുമാണ് നടന്നത്. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ വത്സലൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. എല്ലാ ക്ഷീര കർഷകർക്കും എറണാകുളം മേഖലാ യൂണിയൻ ഇൻസെന്റീവ് നൽകി വരികയാണ്. ജൂലൈ മാസം മുതൽ ജനുവരി 31 വരെ അത് 10 രൂപ സംഘത്തിന് നൽകി അതിൽ 5 രൂപ കർഷകന് നേരിട്ട് നൽകുന്ന സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 10 എന്നുള്ളത് 15 വർദ്ധിപ്പിച്ചു. 8 രൂപ കർഷകനും 7 രൂപ സംഘത്തിന് ലഭിക്കുന്ന രീതിയിലേക്ക്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കണ്ട ഒരു കാര്യം, മഹാനായ മഹാത്മജി നമ്മുടെ രാജ്യത്തെ നയരൂപീകരണ സമിതിയോട് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏത് നിയമം നടപ്പാക്കുമ്പോഴും ഏത് പുതിയ പദ്ധതികൾ നടപ്പാക്കുമ്പോഴും രാജ്യത്തെ ഏറ്റവും ദുർബലനായ, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് വേണം എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ നയരൂപീകരണങ്ങളും ഉണ്ടാകാനാണ്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറിൽ പ്രമോദ് VN, ക്ഷീരവികസന ഓഫീസർ അഞ്ജു ജേക്കബ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. വിവിധ മേഖലയിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് അധ്യക്ഷയായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘം പ്രസിഡന്റ് സണ്ണി തെങ്ങുംപള്ളി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുല്യത, സഹവർത്തിത്വം, ശാക്തീകരണം എന്നീ ആശയമുയർത്തി ബാക്ക്വേർഡ് ക്ലാസ് ക്രിസ്ത്യൻ ഫെഡറേഷൻ 73ാമത് സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി BCCF സംസ്ഥാന പ്രസിഡന്റ് ഫാദർ വിജി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പട്ടികജാതി ക്രൈസ്തവരുടെ പുരോഗതി ലക്ഷ്യമിട്ട് 1952 മാർച്ച് 24-ാം തീയതി VD ജോണിന്റെയും സ്റ്റീഫൻ അച്ഛന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് ബാക്ക്വേർഡ് ക്ലാസ് ക്രിസ്ത്യൻ ഫെഡറേഷൻ. സംഘടനയുടെ 73ാമത് സ്ഥാപക ദിനാചരണമാണ് ചെറുതോണി വ്യാപാര ഭവനിൽ നടന്നത്. BCCF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മാത്യൂസ് കമ്പിളികണ്ഠം അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ബിജി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഈ 2025 എന്ന വർഷത്തിൽ 73 എന്ന സ്ഥാപക ദിനം BCCF ആചരിക്കുമ്പോൾ മാറ്റങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ BCCF എന്ന് പറയുന്ന പ്രസ്ഥാനം നേടിയെടുത്ത മാറ്റങ്ങൾ ഒഴിച്ച് 57 ശേഷം കേരളത്തിൽ രൂപം കൊണ്ട ദളിത് പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങളൊക്കെയും കുരുക്കുകയും അതുപോലെ വളരാതെ വണ്ണം നശിച്ചു പോയതേ ഉള്ളൂ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ സമകാലികത്തിൽ വന്ന ഈ അടുത്ത സമയങ്ങളിൽ വന്ന ദളിത് പ്രസ്ഥാനങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് കൂടെ കൂട്ടുന്നതില്, അവർ നിലനിർത്തുന്നതില്, പ്രവർത്തിക്കുന്നതിലൊക്കെയും വളരെയധികം ദൈക്ഷണ്യത കാണിക്കുന്നുണ്ട്. അതിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിലോ കേരള ഗവൺമെന്റിന് മുമ്പിലോ നമ്മുടെ ആവശ്യങ്ങളുമായി നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ സാധ്യമാകില്ല എന്ന് പറഞ്ഞാൽ സംഘടനാപരമായി വളരുന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിക്കുന്നതിൽ BCCF ഉൾപ്പെടെ നമ്മുടെ സംഘടനകൾ പിന്നോക്കം പോകുന്നുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ ബേബി പള്ളിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് NA ബാബു സംഘടനാ പ്രവർത്തന വിശദീകരണം നൽകി. ജോയി ആറ്റുംകര, ഫാദർ ജസ്വിൻ യദി ചാക്കോ, ബെന്നി തൊടുപുഴ, AG സാബു തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കൾക്കുള്ള ധനസഹായ വിതരണം തടിയമ്പാട് ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നടന്നു. ധനസഹായ വിതരണോദ്ഘാടനം ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ PK കൃഷ്ണൻ നിർവഹിച്ചു. 2024 വിവിധ പരീക്ഷകളിലും മറ്റ് വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ വിതരണമാണ് ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നടന്നത്. ധനസഹായ വിതരണോദ്ഘാടനം ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാനും ഡയറക്ടർ ബോർഡ് അംഗവുമായ PK കൃഷ്ണൻ നിർവഹിച്ചു. അത് വിരുദ്ധാനൊക്കെ നിർബന്ധമായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വരുമാനം ഗണ്യമായി കുറഞ്ഞുകൂട്ടി. അംശദാനം പദ്ധതികളിലൂടെ വരുമാനക്കുറ പദ്ധതി തത്തുല്യമായ തുക ഗവൺമെന്റ് മാച്ചിങ് ഗ്രാന്റായി തരുന്നത്
20 രൂപയായി വർദ്ധിപ്പിച്ചപ്പോൾ ഗവൺമെന്റ് ആ തീരുമാനത്തിന് പുറകോട്ട് പോയി. 5 രൂപ പ്രകാരമുള്ള മാച്ചിങ് കാര്യം മാത്രമേ തരൂ എന്ന് ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ എയ്ഡഡ് യൂണിവേഴ്സിറ്റി കോളേജുകളിൽ പഠിച്ച ബിരുദം, മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളിലും ഉയർന്ന മാർക്ക് വാങ്ങി ആദ്യഘട്ടത്തിൽ തന്നെ വിജയിച്ച വിദ്യാർത്ഥികളാണ് ധനസഹായം ഏറ്റുവാങ്ങിയത്. ഡയറക്ടർ ബോർഡ് അംഗം MV ജോസഫ് അധ്യക്ഷനായിരുന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക തൊഴിലാളി ക്ഷേമനിധി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയചന്ദ്രൻ AR, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അനിൽ അനിക്കനാട്ട്, MK പ്രിയൻ, ശോഭന, കർഷക തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജീവനോപാധി നൽകുന്ന ഉജ്ജീവന പദ്ധതിയുടെ ഭാഗമായി നീലിവയ്യൽ പാറയിൽ ബിനോയ് ജോസഫിന് പഞ്ചായത്ത് പെട്ടിക്കട നൽകി. കടയുടെ പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫ് നിർവഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗത്തിലെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അവരുടെ ഉപജീവന സഹായത്തിനായി നടപ്പാക്കി വരുന്നതാണ് ഉജ്ജീവന പദ്ധതി. ഇതിന്റെ ഭാഗമായാണ് അപകടത്തിൽ പരിക്കേറ്റ് ജോലി ചെയ്യാൻ സാധിക്കാതിരുന്ന കുടുംബനാഥനായ ബിനോയ്ക്കും കുടുംബത്തിനും പഞ്ചായത്ത് പെട്ടിക്കട നൽകിയത്. കടയുടെ പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫ് നിർവഹിച്ചു. പഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്തായിട്ട് കാമാക്ഷി പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കാമാക്ഷി പഞ്ചായത്ത് വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കുമായിട്ട് ചെയ്തു കൊടുക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള പ്രോജക്റ്റുകൾ വെച്ച് അവരെ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. 50,000 രൂപ ചിലവ് വരുന്ന കടയും 10,000 രൂപ ധനസഹായവുമാണ് പഞ്ചായത്ത് നൽകുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം MG ജോൺ, CDS ചെയർപേഴ്സൺ ലിസി മാത്യു, ഉദയഗിരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനീഷ് കുമാർ MK, ബിനോയ് പുതുപ്പറമ്പിൽ, പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ റാണിക്കോവിൽ ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് പ്രധാന വഴിപാടായ ആഴിയിറക്കം നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തോട്ടം മേഖലയിലെ പ്രധാന ഉത്സവ ആചാരമായി കരുതപ്പെടുന്ന ആഴിയിറക്കം പൂജയാണ് റാണിക്കോവിൽ ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ നടന്നത്. അമ്മൻകുടം, തീച്ചട്ടി, മുളപ്പയർ എന്നിവ ദേശം ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ച ശേഷമാണ് ആഴിയിറക്കം നടന്നത്. ഇതിലൂടെ കുടുംബത്തിനും ദേശത്തിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നിരവധി ഭക്തജനങ്ങൾ ആഴിയിറക്കത്തിൽ പങ്കാളികളായി. പീരിമേട്ടിലെ പ്രധാന ഉത്സവമായതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളും ഉത്സവത്തിനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു. വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ 6 ദിവസമായി നടന്നുവന്ന ആർട്ട് ഓഫ് ലിവിംഗ് പാൻവേൾഡ് ഹാപ്പിനെസ് പ്രോഗ്രാം സമാപിച്ചു. 15ഓളം അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വണ്ടിപ്പെരിയാർ SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ശ്രീജ ക്ലാസ് നയിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ക്ലാസുകൾ ഏറെ പ്രയോജനകരമായി എന്നും മാനസിക സമ്മർദ്ദം മൂലം ബുദ്ധിമുട്ടുന്ന പല ആളുകൾക്കും ഇത് പ്രയോജനം ചെയ്യുമെന്നും ക്ലാസ്സിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഇങ്ങനൊരു സ്റ്റേജിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ടീച്ചറിന്റെ ഈ 6 ദിവസത്തെ കോഴ്സ് കാരണം എനിക്ക് തോന്നുന്നു ഒരു 2ാമത്തെ ദിവസം തൊട്ട് തന്നെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. എൻ്റെ മാനസികാവസ്ഥയൊക്കെ മാറി വളരെ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷപ്രദമായ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചേരാൻ എനിക്ക് കഴിഞ്ഞു. തുടർ യോഗ ക്ലാസുകൾ തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അവർക്ക് എല്ലാ തരത്തിലുള്ള മാനസിക ശാരീരികമായ നല്ലൊരു ഉന്മേഷം പകർത്തി കൊടുക്കാൻ ഈ ക്ലാസ് ഉതകിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ അടുത്ത മാസം ഫോളോ അപ്പ് ചെയ്ത് വീണ്ടും ക്ലാസ് ഇവിടെ നടക്കുന്നതാണ്. ഉപ്പുതറ പരപ്പ് ചവറ റിന്യൂവൽ സെന്ററിൽ വെച്ച് മാർച്ച് 28-ാം തീയതി വെള്ളിയാഴ്ച 2 മണി മുതൽ 31-ാം തീയതി തിങ്കളാഴ്ച 1 മണി വരെ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447464685, 9447644189 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാർ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ പുണ്യ റംസാൻ മാസത്തിൽ നടത്തിവരുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന് 116 പൈസ.
വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങൾ കൊച്ചി, കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ എന്നിവിടങ്ങളിൽ നിന്നുമായി വ്യാപാരത്തിനായി മൂന്നാറിലെത്തിയ മുസ്ലിം വിശ്വാസികളാണ് അന്നത്തെ കാലത്തെ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഔഷധക്കഞ്ഞി നോമ്പുതുറയ്ക്കായി ഉണ്ടാക്കി തുടങ്ങിയത്. ഇന്ന് ഔഷധക്കഞ്ഞി കഴിക്കാൻ നാനാജാതി മതസ്ഥർ മൂന്നാർ ജുമാ മസ്ജിദിൽ എത്തുന്നു. നോമ്പുകാലങ്ങളിൽ മൂന്നാറിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ തണുപ്പ് മാത്രമല്ല, ഒരു നൂറ്റാണ്ടായി തുടർന്നു വരുന്ന അന്നദാനത്തിന്റെ പുണ്യം കൂടിയാണ്. മൂന്നാർ ജുമാ മസ്ജിദിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഔഷധക്കഞ്ഞി സ്വീകരിക്കാൻ ജാതി മതഭേദമില്ലാതെ ഓരോ നോമ്പുകാലത്തും വിദൂരങ്ങളിൽ നിന്നുള്ളവർ പോലും എത്തുന്നു. ഉലുവയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത പ്രത്യേക കഞ്ഞിയാണ് വിതരണം ചെയ്യുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പ് മൂന്നാറിൽ ജുമാ മസ്ജിദ് ആരംഭിച്ച കാലം മുതൽ തുടങ്ങിയതാണ് കഞ്ഞി വിതരണം. അന്ന് മൂന്നാറിൽ മുസ്ലിം കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു. പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ മേഖലയിൽ നിന്നും തമിഴ്നാട്ടിലെ രാജപാളയത്തു നിന്നും മൂന്നാറിലേക്ക് എത്തുന്ന കച്ചവടക്കാരും വാഹനയാത്രക്കാരുമായിരുന്നു ആദ്യകാലത്ത് ഈ ഔഷധക്കഞ്ഞി കഴിച്ചിരുന്നത്. കാലം പിന്നിട്ടപ്പോൾ മൂന്നാറിലെ വ്യാപാരികൾക്കും തോട്ടം തൊഴിലാളികൾക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ഔഷധക്കഞ്ഞി പ്രിയപ്പെട്ടതായി. അത് ഏകദേശം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ രാജപാളയത്ത് നിന്നും അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്നും വന്ന ആളുകൾ ഇവിടെ കച്ചവട കാര്യങ്ങൾക്ക് എത്തുകയും വിശ്വാസികൾ ഇവിടെ ഒരു ആരാധനാലയം വേണമെന്നവരുടെ ആഗ്രഹം, അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ആരാധനാലയം അവിടെ തുടങ്ങി. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പള്ളി എന്ന് പറയുന്നത് 4ാമത്തെ ബിൽഡിങ്ങാണ്, 4ാമത്തെ തലമുറയിലെ അല്ലെങ്കിൽ 4ാമത്തെ പണി തീർന്ന ബിൽഡിങ്ങാണിത്, പള്ളിയാണ്. ഇത് ആരാധനാലയം ഇവിടെ വരികയും അതുപോലെ തന്നെ അന്ന് മുതൽ തന്നെ ആദ്യകാലങ്ങളിലൊക്കെ 10-15 പേരെ ഇവിടെ നോമ്പ് കാലങ്ങളിലൂടെ ഉള്ളൂ. അന്നും കഞ്ഞിയുണ്ട്, ഈ നോമ്പ് കഞ്ഞിയുണ്ട്. അതിനുശേഷം ആളുകൾ ഇവിടെ കൂടി, കച്ചവടക്കാരിങ്ങനെ വന്നു, അവരുടെ മക്കൾ ഇവിടെ താമസം തുടങ്ങി, ആളുകൾ കൂടി. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കഞ്ഞിയുടെ മറ്റ് നോമ്പ് തുറയുടെ വിഷയങ്ങളൊക്കെ അത് വിശാലമായി. അങ്ങനെ ഓരോ റമദാനുകളിലും 300ഓളം ആളുകൾക്ക് ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നുണ്ട്. അതിൽ 200ഓളം ആളുകൾ ഇവിടെ തന്നെ ഉള്ളവർ തന്നെയാണ്. ഇവിടെയുള്ള നമ്മുടെ വിശ്വാസി സമൂഹം തന്നെ അത് കഴിക്കാൻ വേണ്ടി 100ഓളം ആളുകൾ നമ്മുടെ ഇതര സമുദായ അംഗങ്ങളാണ്. അവർ വന്ന് ഈ കഞ്ഞി കൊണ്ടുപോകുന്നു. അവർ വളരെ പുണ്യം നിറഞ്ഞ, അവരുടെ അസുഖങ്ങളൊക്കെ മാറും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ കൊണ്ടുപോകുന്നതാണ്. എന്നിരുന്നാലും അവരുടെ വിശ്വാസമാണത്. അപ്പോൾ അത് അവരുടെ വീടുകളിലും മറ്റവരുടെ ബന്ധുജനങ്ങൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാറിൻ്റെ ഈ ഔഷധക്കഞ്ഞി എന്ന് പറയുന്ന അതിൻ്റെ പെരുമ വളരെ വലുതാണ്. നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വന്ന് തിരിച്ചു പോകാറുണ്ട്. ഒരു നൂറ്റാണ്ടായി തുടരുന്ന കഞ്ഞി വിതരണം കോവിഡ് കാലത്ത് മാത്രമാണ് മുടങ്ങിയത്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കഞ്ഞി തയ്യാറാക്കൽ തുടങ്ങും. ദിവസവും 300 പേർക്കാണ് കഞ്ഞി തയ്യാറാക്കുക. വൈകിട്ട് 5 മണിക്ക് മുമ്പ് കഞ്ഞി തയ്യാറാകും. ചീഫ് ഇമാം ആഷിഖ് മൗലവി, ജമാഅത്ത് പ്രസിഡന്റ് ഖാദർ കുഞ്ഞ് റാപ്സി, വൈസ് പ്രസിഡന്റ് കരീം, ജനറൽ സെക്രട്ടറി നസീർ അഹമ്മദ്, മുഹമ്മദ് ഹാറൂൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് മസ്ജിദിൽ നോമ്പ് തുറയും മറ്റ് പ്രവർത്തനങ്ങളും നടക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കുമളി സ്പൈസ്മോ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 179, വിൽപ്പനയ്ക്ക് വന്നത് 50,635, വിൽപ്പന നടന്നത് 50,635. കൂടിയ വില 2,942, ശരാശരി വില 2,629. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 687 രൂപ. ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,400. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 800, കൊക്കോ 140, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,215 രൂപ, വെള്ളി 110. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് 5 ദിവസത്തേക്ക്.
കസ്റ്റഡി അനുവദിച്ചത് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. സൈനികനായ മകന്റെ പരാതിയിൽ മാതാവിനെ തട്ടിപ്പ് കേസിൽ തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് തങ്കമണി അച്ഛൻകാനം പഴയച്ചിറയിൽ ബിൻസി ജോസ്. അറസ്റ്റ് സ്വർണം മോഷ്ടിച്ചതും നാട്ടിൽ നടത്തിയ മറ്റ് സാമ്പത്തിക തട്ടിപ്പും ചൂണ്ടിക്കാണിച്ച മകൻ നൽകിയ പരാതിയിൽ. നെടുങ്കണ്ടത്ത് ബാറിൽ സംഘർഷം. യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. പരിക്കേറ്റത് നെടുങ്കണ്ടം കൽക്കുന്തൽ നടുവത്താണിയിൽ റോബിൻസിന്. ആക്രമണം നടത്തിയ കോട്ടയം സ്വദേശി ഉണ്ണികൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ. കടവന നഗരസഭയിൽ ഉൾപ്പെടുന്ന 32, 33 വാർഡുകളിൽ കുടിവെള്ളം കിട്ടാക്കനി എന്ന പരാതി. വിഷയത്തിൽ വാർഡ് കൗൺസിലർമാരുടെ അലംഭാവത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നഗരസഭാ പടിക്കൽ നിരാഹാര സമരം നടത്തും. ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും പ്രദേശവാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.